എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ 2000 രൂപ പെൻഷനാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അത് 200 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 2200 എത്തുമെന്നാണ് നമ്മൾ ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. ബജറ്റിനെ നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. വന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം വ്യാജവുമാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 4 മാസങ്ങളുടെ 3 ഗഡുക്കളായിട്ടാണ് തുക വിതരണം നടത്തുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡുവായിട്ടുള്ള ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത്. ആദ്യത്തെ 2 മാസം കഴിയുകയും 3-ാമത്തെ മാസത്തിലെ 10 ദിവസം പൂർത്തിയാകുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി കേവലം 50 ദിവസത്തിനുള്ളിൽ തുക ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിതരണം അടുത്ത മാസമാവാനാണ് കൂടുതൽ സാധ്യത. ഈ മാസവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസം ലഭിക്കുകയാണ് എങ്കിൽ ഈ മാസം അവസാനത്തിലായിരിക്കും ലഭിക്കുക. ഇല്ല എങ്കിൽ അടുത്ത മാസം 2-ാമത്തെ ആഴ്ചയിൽ തുക ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. അവസാന ദിവസം വരെയും തൊട്ടടുത്ത ഗഡുവിന്റെ സമയത്തേക്കും നീണ്ടുപോയ ചരിത്രം ഇതിനു മുമ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ഉറപ്പിച്ച് ഡേറ്റ് പറയാനാകില്ല. പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കുന്ന PM ഇവന്റ് വെബ്സൈറ്റിലൂടെയാണ് എന്നാണ് വിതരണ തീയതി എന്ന് ഒരാഴ്ചക്ക് മുമ്പ് അറിയാറുള്ളത്. അതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് തൊട്ടടുത്ത മുമ്പുള്ള ദിവസങ്ങളിലായിട്ട് വെബ്സൈറ്റിലും വിതരണ ഡേറ്റും സമയവും സ്ഥലവും പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒന്നും തുക വിതരണം ഇല്ല എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഈ മാസം അവസാനം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കിട്ടിയില്ല എങ്കിൽ അടുത്ത മാസം 2-ാമത്തെ ആഴ്ചയോ 3-ാമത്തെ ആഴ്ചയോ തുക എത്തും. PM കിസാൻ സമ്മാൻ നിധി തുക കാത്തിരിക്കുന്നവർ KYC നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പല ആളുകൾക്കും KYC അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്വന്തമായി കഴിയാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ പോയി സ്റ്റാറ്റസ് പരിശോധിച്ച് KYC ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുക. അതുപോലെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് നിർബന്ധമായിട്ടും ചെയ്യുക. ഈ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി അത് നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ അത് നിർബന്ധമാണ് എന്നാണ് കൃഷി മന്ത്രാലയവും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും സംസ്ഥാന കൃഷി വകുപ്പും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ മൊബൈൽ ഫോൺ, ആധാർ കാർഡ്, നിങ്ങളുടെ നികുതി റെസീറ്റിന്റെ രേഖയുമായി ചെന്ന് ഈ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. പല ആളുകൾക്കും ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ ഗഡുക്കളൊക്കെ മുടങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു അറിവില്ല. കാരണം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാ രേഖകളും കൃത്യമാണ്. എന്നിട്ടും അവർക്ക് തുക മുടങ്ങി എന്നുള്ളതാണ്. ഇനി 23-ാമത്തെ ഗഡുവിൽ എത്ര പേർക്കാണ് മുടങ്ങി പോവുക എന്ന് നമുക്കറിയില്ല. സ്വന്തമായിട്ട് പദ്ധതി ഉപേക്ഷിക്കാൻ, ഒഴിഞ്ഞു പോകാൻ പല ആളുകൾക്കും കഴിയും. അതായത് ആദായ നികുതി അടക്കുന്നവരാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് തുക വാങ്ങിയിരുന്ന ആളുകൾ ഇപ്പോൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിൽ സ്വമേധയായി പദ്ധതിയിൽ നിന്ന് ഒഴിവാകുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരികയും ഇതുവരെ വാങ്ങിയിട്ടുള്ള മുഴുവൻ തുകയും തിരിച്ചടക്കേണ്ടി വരികയും ചെയ്യും. സ്വമേധയാ ഒഴിവാകുകയാണ് എങ്കിൽ പദ്ധതിയിൽ നിന്ന് ഒഴിവാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ച് അടക്കേണ്ടി വരില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 നടപടികളുടെ ഭാഗമായി ആദ്യഘട്ടമായിട്ടാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീടിന്റെയും കുടുംബത്തിന്റെയും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യമാണിത്. ഇന്ന് ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് പൊതുജനങ്ങൾക്ക് ഇതിനായുള്ള അവസരമുള്ളത്. സെൻസസ് നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും എനിമേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കാനും ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം. വീടുകളുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങളാണ് ആദ്യഘട്ട ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടാതെ മലയാളം ഉൾപ്പെടെയുള്ള 15 ഇന്ത്യൻ ഭാഷകളിലും വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ കഴിയും. അപ്പൊ എല്ലാവർക്കും സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് അറിയേണ്ടത്. അതാണ് ഇനി പറയുന്നത്. ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പൊതുജനങ്ങൾ ആദ്യം sc.census.gov.in എന്ന
ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ അത് തിരഞ്ഞെടുത്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. അടുത്ത ഘട്ടമായി കുടുംബ രജിസ്ട്രേഷനാണ്. കുടുംബനാഥൻ്റെ പേര്, 10 അക്കമുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല, ഉണ്ട് എങ്കിൽ നൽകുക. ഇവ നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത പേര് പിന്നീട് മാറ്റാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത ഘട്ടമായി OTP പരിശോധനയും ഭാഷാ തിരഞ്ഞെടുപ്പും. മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകി ലോഗിൻ പൂർത്തിയാക്കണം. ഈ ഘട്ടത്തിൽ നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാം. പിന്നീട് ഭാഷ മാറ്റാൻ സാധിക്കില്ല. അടുത്ത ഘട്ടമായി നമുക്ക് ലൊക്കേഷൻ വിവരങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജില്ല, പിൻകോഡ്, വില്ലേജ്, ടൗൺ എന്നിവ നൽകിയ ശേഷം കൃത്യമായ താമസ സ്ഥലം മാപ്പിൽ ചുവന്ന ഭാഗം ഉപയോഗിച്ച് സ്ഥിരീകരിക്കണം. അടുത്ത ഘട്ടമാണ് ചോദ്യാവലികൾ പൂരിപ്പിക്കൽ. പോർട്ടലിൽ നൽകിയിട്ടുള്ള ടൂൾ ടിപ്പുകൾ, പതിവ് ചോദ്യങ്ങൾ എന്നിവയുടെ സഹായത്തോടു കൂടി വീടുകളുടെ പട്ടിക തയ്യാറാക്കാനുള്ള 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. ഒരേ ലോഗിങ്ങിൽ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ നൽകാൻ സാധിക്കും. പ്രക്രിയ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്ത് പിന്നീട് പൂർത്തിയാക്കാനും സൗകര്യമുണ്ട്. അവസാന ഘട്ടമാണ് ഫൈനൽ സബ്മിറ്റും SCIDയും. ഇവ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്ന് പ്രിവ്യൂ സ്ക്രീൻ വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നൽകിയ വിവരങ്ങൾ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല. എല്ലാ വിവരങ്ങളും വിജയകരമായി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ Hൽ തുടങ്ങുന്ന 11 അക്കമുള്ള SCID നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐഡിയിലേക്കും ലഭിക്കുന്നതാണ്. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അടുത്ത ഘട്ടമായിട്ട് അത് അടുത്ത മാസം 1-ാം തീയതി മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കും. എന്യൂമറേറ്റർമാർ അഥവാ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഈ SCID അവർക്ക് കൈമാറണം. ഈ ID അവർ നിലവിലുള്ള റെക്കോർഡുമായി പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ വിവരങ്ങൾ സ്ഥിരീകരിച്ച് സബ്മിറ്റ് ചെയ്യും. പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ മാത്രം എന്യൂമറേറ്റർമാർ വിവരങ്ങൾ പുതുതായി ശേഖരിക്കും. സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾ രഹസ്യാത്മക പൂർണ്ണമായും ഉറപ്പാക്കി സുരക്ഷിതമായിട്ടുള്ള സെർവറുകൾ എൻക്രിപ്റ്റ് ചെയ്ത ഫോർമാറ്റിലാണ് ഈ ഡാറ്റകൾ സൂക്ഷിക്കുക. ഈ വിവരങ്ങൾ മറ്റ് ഏജൻസികൾക്കോ വ്യക്തികൾക്കോ കൈമാറ്റം അനുവദിക്കുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറി. റവന്യൂ വകുപ്പിലെ റവന്യൂ മന്ത്രി മാറി. ഇപ്പോൾ മുമ്പ് കെ രാജനായിരുന്നു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് കെ രാജൻ മാറി ഇപ്പോൾ അനിൽകുമാർ മന്ത്രിയായിട്ടുള്ളത്. എന്തായാലും പദ്ധതികൾ തുടരും എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പുതിയ സർക്കാരും കഴിഞ്ഞ സർക്കാർ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ തുടരും. നിലവിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വില്ലേജുകളിലെ സർവേ നടപടികൾ പുരോഗമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സർവേ നടക്കുന്നതിന് മുമ്പ് ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ സംഘടിപ്പിക്കും. അതിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് നൽകുന്നതാണ്. സർവേ നടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് നൽകുന്നതാണ്. അതിർത്തി സ്ഥലങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിയിച്ചും അതുപോലെ തന്നെ അതിർത്തി രേഖകൾ കൃത്യമാക്കി വെച്ചും ഈ സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്ക് നമുക്ക് സഹകരണം ഉറപ്പുവരുത്താവുന്നതാണ്. ഡിജിറ്റൽ റീസർവേ എൻ്റെ ഭൂമി പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സർവേ കഴിയുന്നതിലൂടെ തരിശ് ആയിട്ട് കിടക്കുന്ന ഭൂമി കണ്ടെത്തി ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടി ഈ സർക്കാർ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സർവേ പൂർത്തിയാവുന്നതോടുകൂടി ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സർവേ പൂർത്തിയായിട്ടുണ്ട്. ഇടപാടുകൾ സുഗമമായിട്ട് നടത്താൻ കഴിയും. ഭൂമി വിൽക്കൽ വാങ്ങൽ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ പോലും വിദേശത്താണ് എങ്കിൽ പോലും കൃത്യമായിട്ട് വേഗത്തിൽ ഇത് തീർപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോക്കുവരവ് പോലുള്ള മറ്റ് കാര്യങ്ങളെല്ലാം എളുപ്പമാവുന്നു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസിൽ പോവാതെ ഭൂമിയുടെ കരമടക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് കാലത്തെ കയ്യെഴുത്ത് രേഖകൾ ഡിജിറ്റലാക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഡിജിറ്റലാക്കുമ്പോൾ സാങ്കേതികമായിട്ടും അതിൽ ചില പൊരുത്തക്കേടുകൾ തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം അവനവൻ്റെ രേഖകൾ എൻ്റെ ഭൂമി പോർട്ടലിൽ പരിശോധിച്ച് നമ്മളെ രേഖകളെല്ലാം പഴയ രേഖകളെല്ലാം ഡിജിറ്റലാക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ഉണ്ട്. പരാതികൾ ഉണ്ട് എങ്കിൽ അത് അറിയിക്കുകയും വേണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ അതിർത്തിക്കുള്ളിലെ അധിക ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്ന സെറ്റിൽമെന്റ് ആക്ട് കഴിഞ്ഞ സർക്കാർ
നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. കെ രാജനാണ് ബില്ല് അവതരിപ്പിച്ചിരുന്നത്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ എക്സസ് ലാൻഡ്, അതായത് അതിർത്തിക്കുള്ളിൽ ഒരുപാട് ഭൂമികളാണ് രേഖയില്ലാതെ ഉള്ളത്. ഇങ്ങനെയുള്ള രേഖയില്ലാതെ തർക്കരഹിതമായിട്ടുള്ള രേഖ ഇല്ലാത്ത ഭൂമികൾക്ക് ആരുടെ കൈവശമാണോ ഉള്ളത് എങ്കിൽ അതിന് ഒബ്ജക്ഷൻ പാടില്ല. അയൽവക്കക്കാരന് അതിന് അവകാശം ഉന്നയിക്കാൻ പാടില്ല. അടുത്ത് സർക്കാർ ഭൂമി വരാൻ പാടില്ല. അങ്ങനെയുള്ള അധികമുള്ള ഭൂമി ക്രമവൽക്കരിച്ച് നികുതി അടക്കാനുള്ള ഭാഗത്തിലേക്ക് ആക്കിത്തരുന്ന പദ്ധതിയാണ് ക്രമവൽക്കരണ ബില്ല്. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ റീസർവേ പൂർത്തിയാകുമ്പോൾ അധികമുള്ള ഭൂമി സർക്കാരിലേക്ക് നിശ്ചിത പണം അടച്ചുകൊണ്ട് നേടിയെടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലുണ്ട്. 2025 റവന്യൂ മന്ത്രി കെ രാജനാണ് ബില്ല് അവതരിപ്പിച്ചത്. അത് നിയമപരമായിട്ട് നടപ്പിലാക്കാനുള്ള ഒരു ചുമതല കൂടി പുതിയ സർക്കാരിനുണ്ട്. അതെല്ലാം നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ റീസർവേ നിങ്ങളുടെ വില്ലേജിൽ വരികയാണ് എങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും നിങ്ങളുടെ നിലവിലുള്ള രേഖ എല്ലാം കൈവശം അല്ലെങ്കിൽ അതിന് കോപ്പി കൈവശം വെക്കുകയും ചെയ്യുക എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ.